രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. വിവരമറിഞ്ഞ് ഹെസക്കിയാ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ ഏലിയാക്കിമിനെയും കാര്യസ്ഥൻ ശെബ്നായെയും പുരോഹിതൻ ശ്രേഷ്ഠന്മാരെയും ചാക്കൊടുപ്പിച്ച് ആമോസിന്റെ പുത്രൻ യെശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. അവർ അവനെ അറിയിച്ചു, ഹെസക്കിയ പറയുന്നു, ഇന്ന് ദുരിതത്തിന്റെയും അധിക്ഷേപത്തിന്റെയും നിന്ദയുടെയും ദിവസമാണ്. പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീ പോലെയാണ് ഞങ്ങൾ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റാബ്ഷക്കെ വഴി അവന്റെ യജമാനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം. അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് അവശേഷിച്ചിരുന്ന ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിന്റെ സേവകന്മാർ യെശയ്യായുടെ അടുത്ത് വന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനോട് പറയുവിൻ, കർത്താവ് അരുളിച്ചെയ്യുന്നു, അസീറിയ രാജാവിന്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ അവനിൽ ഒരാത്മാവിനെ നിവേശിപ്പിക്കും. കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും. അവിടെ വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. അസീറിയ രാജാവ് ലാഖീഷ് വിട്ടു എന്ന് റാബ്ഷക്കെ കേട്ടു. അവൻ മടങ്ങിച്ചെന്നപ്പോൾ രാജാവ് ലിബ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു. എത്യോപ്യ രാജാവായ തീർഹാക്ക തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂദാ രാജാവായ ഹെസക്കിയയോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു. ജെറുസലേം അസീറിയ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസീറിയ രാജാക്കന്മാരുടെ പ്രവർത്തികൾ നീ കേട്ടിട്ടില്ലേ? പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, റേസഫ് എന്നീ ദേശങ്ങളെയും തെലാസറിലെ ഏദേൻകാരെയും എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചു. ഹമാദ്, അർപ്പാദ്, സഫാർവൈം, ഹേന ഇവ എന്നീ രാജാക്കന്മാരെ എവിടെ? ഹെസക്കിയയുടെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വച്ചു. അവിടുന്ന് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, കെരൂബുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്ന് ദൈവം. അവിടുത്തെ മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. കർത്താവെ ചെവിക്കൊള്ളണമേ, കർത്താവെ കടാക്ഷിക്കണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സന്നക്കരീവ് പറഞ്ഞയച്ച വാക്ക് കേട്ടാലും കർത്താവെ, അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായി ശൂന്യമാക്കിയിരിക്കുന്നു. അവരുടെ ദേവന്മാരെ അഗ്നിയിലേക്ക് എറിഞ്ഞിരിക്കുന്നു. അവ ദൈവമായിരുന്നില്ല, മരത്തിലും കല്ലിലും മനുഷ്യർ പണിതുണ്ടാക്കിയവയായിരുന്നു. അതിനാൽ അവ നശിപ്പിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ. ആമോസിന്റെ പുത്രനായ യെശയ്യാ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അസീറിയ രാജാവായ സെനഖെരീബിനെ കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു: കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു, അവൾ നിന്നെ പുച്ഛിക്കുന്നു. ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം ദൃഷ്ടികളെ ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരെ. നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു. എൻ്റെ അസംഖ്യ രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഖങ്ങളിലും ലെബനോനിന്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സരള മരങ്ങളും വീഴ്ത്തിയെന്നും അതിൻ്റെ വിദൂരസ്ഥരായ കോണുകളിലും നിബിഡ വനാന്തരങ്ങളിലും പ്രവേശിച്ചു എന്നും നീ പറഞ്ഞു. ഞാൻ കിണറുകൾ കുഴിച്ചു, വിദേശ ജലം പാനം ചെയ്തു. ഈജിപ്തിലെ അരുവികളെല്ലാം ഉള്ളം കാലുകൊണ്ട് ഞാൻ ഉണക്കി കളഞ്ഞു എന്നും നീ പറഞ്ഞു. ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണ്, നീ അത് കേട്ടിട്ടില്ലേ? പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു. സുരക്ഷിത നഗരങ്ങളെ നീ നാശകൂമ്പാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോവുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിന് മുമ്പേ കരിഞ്ഞു പോകുന്ന പുരപ്പുറത്തെ തണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു. നിന്റെ ഇരിപ്പും നടപ്പും എൻ്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു. നീ എൻ്റെ നേരെ ക്രൂദ്ധനായി
നിന്റെ ധിക്കാരം എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ വായിൽ കടിഞ്ഞാണമിട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും. ഇതാണ് നിനക്കുള്ള അടയാളം. താനെ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും. 2-ാം വർഷവും അങ്ങനെ തന്നെ. 3-ാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. യൂദാ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവിശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിർവഹിക്കും. അസീറിയ രാജാവിനെ കുറിച്ചും കർത്താവ് പറയുന്നു, അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം എയ്യുകയോ പരിചയ ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധനം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല. അവൻ നഗരത്തെ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എനിക്കും എൻ്റെ ദാസനായ ദാവീദിനു വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും. അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു. പിന്നെ അസീറിയ രാജാവായ സെനഖെരീബ് അവിടെ നിന്ന് നിനവയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവൻ തൻ്റെ ദേവനായ നിസ്കോറക്കിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമലയ്ക്കും ഷരേസറും കൂടി അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നതിന് ശേഷം ആറാറ് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പകരം പുത്രൻ യസാർ ഹദ്ദോൻ ഭരണമേറ്റു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. യെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ യെശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. യെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. നിന്നെ ഞാൻ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും. എന്നെയും എൻ്റെ ദാസായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും. യെശയ്യാ പറഞ്ഞു, അത്തിപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ഒരട കൊണ്ടുവരിക. വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിൽ മേൽ വെച്ച് കെട്ടുക. യെശയ്യായോട് ചോദിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും 3-ാം ദിവസം ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം? യെശയ്യാ പറഞ്ഞു, കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ്. നിഴൽ 10 അടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണമോ? യെസക്കിയ പറഞ്ഞു, നിഴൽ 10 അടി മുൻപോട്ട് പോവുക എളുപ്പമാണ്, അതിനാൽ പുറകോട്ട് പോകട്ടെ. അപ്പോൾ യെശയ്യാ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആകാശത്തിൻ്റെ സൂര്യ ഘടികാരത്തിൽ നിഴലിനെ 10 അടി പിന്നിലേക്ക് മാറ്റി. യെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവ് ബലാദിൻ്റെ പുത്രനുമായ മെറോദക് ബലാദൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു. ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു. തൻ്റെ ഭണ്ഡാരപ്പുരയും കലവറകളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും അവൻ കാണിച്ചു. അവരെ കാണിക്കാത്തതായി തൻ്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ ആളുകൾ എന്താണ് പറഞ്ഞത്? അവർ എവിടെ നിന്നാണ് വരുന്നത്? ഹെസക്കിയ പ്രതിവചിച്ചു, അവർ വിദൂര ദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു. യെശയ്യാ ചോദിച്ചു, നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത്? ഹെസക്കിയ മറുപടി പറഞ്ഞു, എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു. അവരെ കാണിക്കാത്തായി എൻ്റെ കലവറകളിൽ ഒന്നുമില്ല. അപ്പോൾ യെശയ്യാ ഹെസക്കിയോട് പറഞ്ഞു, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ഒന്നും ശേഷിക്കുകയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും. ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ അന്തഃപുര സേവകർ ആയിരിക്കും. ഹെസക്കിയ യെശയ്യായോട് പറഞ്ഞു, നീ പറഞ്ഞ കർത്താവിൻ്റെ വചനം നല്ലത് തന്നെ. തൻ്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനം ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവർ
അവൻ വിചാരിച്ചു. ഹെസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂദാ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ മനശ്ശെ ഭരണമേറ്റു.